കാസർഗോഡ് മടക്കരയിൽ LDF വിജയാഹ്ലാദ പ്രകടനത്തിന് നേരെ മുസ്ലിം ലീഗ് പ്രവർത്തകർ കല്ലെറിയുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. LDF സ്ഥാനാർത്ഥി സെറീന സലാമിന്റെ വിജയാഹ്ലാദത്തിനിടെയാണ് ലീഗ് പ്രവർത്തകർ കൊടി പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. സംഭവത്തിൽ മുസ്ലിം ലീഗ് CPM പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. കാസർഗോഡ് നിന്ന് അരുൺ പാറക്കൽ ചേരുന്നു. അരുൺ, സംഘർഷം എങ്ങനെ പോയി? അവസാനിച്ചോ? ആ പ്രദേശത്ത് സംഘർഷം അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ ആളുകൾക്കിടയിൽ, അതായത് രണ്ട് വിഭാഗം പാർട്ടി പ്രവർത്തകർക്കിടയിലും ഇതിന്റെ അമർഷവും വൈരാഗ്യവും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നു. അവിടുത്തെ ചെറുവത്തൂർ ഡിവിഷൻ LDFന്റെ സ്ഥാനാർത്ഥി ഡോക്ടർ സെറീന സലാം വിജയിക്കുകയും ചെയ്തു. അതിന് പുറകെയുള്ള CPMന്റെ വിജയാഹ്ലാദ പ്രകടനത്തിനിടെയാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ കല്ലെറിഞ്ഞത്. ആ കല്ലെറിഞ്ഞതിനെ തുടർന്ന് വലിയ രീതിയിൽ അവിടെ ചെറുവത്തൂർ, മടക്കര ഭാഗങ്ങളിലൊക്കെ തന്നെ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു. പടന്നയിലേക്കൊക്കെ CPMന്റെ ഈ പ്രകടനം, വിജയാഹ്ലാദ പ്രകടനം കടക്കുന്ന സ്ഥലത്ത് അവിടെ ഈ സംഘടിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ തടയുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. പോലീസ് കൃത്യമായി തന്നെ ഇടപെട്ടിരുന്നു. ഇപ്പോൾ 11 പ്രവർത്തകരെ, CPMന്റെ 5 പ്രവർത്തകരെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ 6 പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് വഴിയൊരുങ്ങി എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നത്. പ്രകടനവുമായി ഒരു വിഭാഗം പ്രവർത്തകർ എത്തുന്നു, മറുവിഭാഗം അവിടെ തടഞ്ഞ് കല്ലെറിഞ്ഞ് അവരെ ഓടിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നു. ഈ തടയപ്പെട്ടവർ വീണ്ടും ഈ കല്ലെറിഞ്ഞവരെ മർദ്ദിക്കാനുള്ളൊരു സാഹചര്യം നടക്കുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്കാണ് കാര്യങ്ങൾ നടന്നത്. പോലീസ് സമയോചിതമായി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് വലിയ സംഘർഷം അവിടെ ഉണ്ടാവാതിരുന്നത്. 11 പേർ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. ഇനി കൂടുതൽ അറസ്റ്റ് ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 50 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.